അനുഗ്രഹമായ സന്ധ്യ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം, കൂടുതൽ ലഭിപ്പാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന്റെ കരങ്ങളെ നമ്മളെയൊക്കെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഈ സന്ധ്യയില് എനിക്ക് ദൈവം തമ്പുരാൻ തന്ന ഒരു വചനം, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മളെ പ്രയാസങ്ങളുടെ മധ്യത്തില്, ഭാരങ്ങളുടെ മധ്യത്തില്, കഴിഞ്ഞ ദിവസവും നാട്ടിലാണെങ്കിൽ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടല്, അതുപോലെ ദുബായിൽ വന്ന ഫ്ലൈറ്റിന്റെ പ്രോബ്ലംസ്, പിന്നെ അതുപോലെ കോവിഡിന്റെ വിഷയങ്ങളൊക്കെയും നമ്മളെ പല വിഷയങ്ങളിലൊക്കെയും ഈ ദിവസങ്ങളൊക്കെ നമ്മളെ അലട്ടുക. പക്ഷെങ്കില് നമുക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിക്കുക. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഏക ഒരു ആശ്രയം. അല്ലാതെ നമുക്ക് വേറെ ഒരു ആശ്രയമില്ല. എന്നിട്ട് നമുക്ക് ഇവിടെ ഇടിവ് നിന്നുകൊണ്ട് നാട്ടിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും ഇവിടെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എല്ലാം ദിവസങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും അത് ഫലമില്ലാതെ പോവുകയില്ല. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ദൈവത്തിന്റെ സന്നിധിയിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും, അത് അനേകർക്ക് വിടുതലുമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അന്നേരം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അനുഗ്രഹമായിരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നുകൂടി ഒന്ന് ബലപ്പെടുവാൻ തക്കോണം ഞാൻ ഇന്ന് യെശയ്യാവിന്റെ പുസ്തകം 59 അധ്യായം 1 വാക്യം. ഒരുപക്ഷെ ഞാൻ ഈ വാക്യം നിങ്ങളെ ഓർക്കുന്നുണ്ടായിരിക്കാം. ജനുവരിയിൽ ഇവിടെ നടന്ന പ്രയറിൽ ഞാൻ ഈ വാക്യം വായിക്കുകയും ഇതിനെ കുറിച്ച് 1-2 പോയിന്റ്സുകളൊക്കെയും അന്ന് പറയുണ്ടായി. പക്ഷെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം എന്നെ ഈ വിഷയം ഈ വാക്യം എന്നെ ഒത്തിരി ബലപ്പെടുത്തി. കാരണം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എവിടൊക്കെ ഒന്ന് ബലപ്പെടുവാൻ സാധിക്കും. ദൈവം നമ്മെ ഏതൊക്കെ തരത്തില് അവന്റെ കരങ്ങളാൽ നമ്മളെ ബലപ്പെടുത്തും എന്നുള്ള ഈ വാക്യം നമ്മളെ ഒന്നുകൂടി ബലപ്പെടുത്തും എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 59 അധ്യായം 1 വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരങ്ങൾ കുറുകിയിട്ടില്ല. Behold, Jehovah's hand is not shortened that it cannot save. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കുക. കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ സ്വല്പനേരം നിന്റെ സന്നിധിയിലായിരിക്കുന്നു, നിന്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്ന കർത്താവേ. ഈ വചനത്തെ കർത്താവെ അടിയനെ കർത്താവെ വിളമ്പുമ്പോൾ എന്റെ നാവിന്മേൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടായിരിക്കണമേ. കർത്താവെ, നീ വചനം കേൾക്കുന്ന നിന്റെ മക്കളുടെ മേലും നീ സന്ദർശിക്കണേ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ഈ വചനം ചിന്തിക്കുമ്പോൾ കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തിയമാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുത്തണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ ആ സ്വർഗീയ സമാധാനം കൂടുതലൊന്ന് വിളമ്പിത്തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ലൈനിലായിരിക്കുന്ന മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വരാൻ പറ്റാതെ ജോലിയിലൊക്കെ ആയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്ററിനെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നടത്തിയ എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഇവിടെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇവിടെ പറയുകയാണ്, 51 വാക്യത്തിൽ 59 അധ്യായം 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. അന്നേരം ദൈവത്തിന്റെ കരങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ബൈബിൾ ആദ്യ അവസാനം നമ്മൾ ഓടിക്കുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് കർത്താവിന്റെ കരങ്ങളെ കുറുകിയിട്ടില്ല നമ്മളെ രക്ഷിപ്പാൻ തക്കൊണ്ട്. നമ്മൾ കടന്നു പോകുന്ന ഏതൊരവസ്ഥയിലും, ഒരവസ്ഥയെന്നുള്ളതല്ല, നമ്മൾ കടന്നു പോകുന്ന ഏതൊരവസ്ഥയാണെങ്കിലും അവിടെയൊക്കെയും ദൈവത്തിന്റെ കരങ്ങള് നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ ശക്തീകരിക്കും. അതിന് യാതൊരു സംശയം. ഏതൊരവസ്ഥയെന്നുള്ളതല്ല, ഏതൊരു വിഷയത്തിൽ കൂടി കടന്നാലും ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ കൂടെ ആയിരിക്കും. ഒരു ദൈവം അതിന്റെ കൂടെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വിശുദ്ധ ബൈബിളിലെ അതിനെക്കുറിച്ച് 5-6 പോയിന്റ്സുകൾ മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ കരങ്ങളുടെ ഒന്നാമത്തെ പ്രത്യേകത, അത് നമ്മളെ കരുതുന്ന കരമാണ്. കർത്താവിന്റെ കരങ്ങള്, അത് ദൈവത്തിന്റെ കരം നമ്മളെ കരുതുന്ന കരമാണ്. സങ്കീർത്തനങ്ങള് സാംസൺ 145:16 ഇങ്ങനെ പറയുന്നു: നീ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തും. ദൈവത്തിന്റെ കരങ്ങള് അവൻ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തും. 147:9 വീണ്ടും ഇങ്ങനെ പറയുന്നു: അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അവൻ തൃക്കൈ തുറന്ന് ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തും. അങ്ങനെയുള്ള ഒരു ദൈവം. അതോടൊപ്പം തന്നെ അവൻ കരയുന്ന മൃഗങ്ങൾക്കും കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അല്ല മനുഷ്യരുടെ ആഹാരങ്ങൾ മൃഗങ്ങൾക്കല്ല, അവനവൻ ആവശ്യമുള്ളത്, ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ അവനവൻ ആവശ്യമുള്ളത്, അതാണ് കർത്താവ് നമുക്ക് വിളമ്പി തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണുമായിരിക്കും. എനിക്ക് അത് വേണം, ഇത് വേണം, എന്റെ അയൽക്കാരന് ഇതുണ്ട്, അതൊക്കെയും വേണം എന്നുള്ളതായിരിക്കും നമ്മുടെയൊക്കെ ചിന്തകൾ. പക്ഷേ ദൈവം തമ്പുരാൻ അത് വാരി വിളമ്പിരുമെന്ന് നമുക്ക് തരത്തില്ല. നിന്റെ ജീവിതത്തിൽ നിനക്ക് ആവശ്യം എന്താണ്, അതാണ് ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്നത് എന്നുള്ളത് യാതൊരു സംശയമില്ല. കർത്താവിന്റെ കരങ്ങള് കുറുകിയിട്ടില്ല. അത് തൃപ്തിയാവണമെങ്കിൽ അവൻ തൃക്കൈ തുറന്ന് നമുക്ക് തരണം. തൃക്കൈ തുറന്ന് തന്നെങ്കിൽ മാത്രമേ നമുക്ക് തൃപ്തിയാകുകയുള്ളൂ. മനുഷ്യന് തരുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലേ.
ദൈവം തമ്പുരാൻ തരുന്ന പോലെ അല്ല മനുഷ്യർ തരുന്നത്. അവനെ കുണിച്ച് കൂട്ടി കുണിച്ച് അതിന്റെ അളവിനനുസരിച്ചൊക്കെ നമുക്ക് വിളമ്പി തരത്തുള്ളൂ. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനല്ല. അവൻ വാരി വിതറി അവന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. രൂത്തിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 3-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ബോബസിന്റെ അരികിൽ നിന്ന് കടന്നു പോകുന്ന രൂത്തിനെ കളപ്പുരയിൽ കൊണ്ടുപോയിട്ട് അവിടെ മാറാപ്പിലേക്ക് 6 ഇടങ്ങഴി അടന്നു കൊടുക്കുന്ന ഒരു ബോബസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് ഇങ്ങനെ അളന്നു തരുന്ന ഒരു കർത്താവ് അല്ല. ഈ നമ്മുടെ ബോബസ് എന്ന് പറഞ്ഞാൽ അവൻ വാരി വിതറി നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒത്തവണ്ണം നിറച്ചു തരുന്ന ഒരു ബോബസ് നമുക്ക് നമ്മുടെ കർത്താവ് എന്നുള്ളതിൽ നമ്മൾ മറന്നു പോകരുത്. 2-ാം വാക്യത്തിന്റെ 8-ാം അധ്യായത്തിൽ വീണ്ടും അവിടെ പറയുന്നുണ്ട്, ബോബസ് രൂത്തിനോട് പറയുന്നുണ്ട്, മകളെ നീ ഇനിയും വേറെ ഒരു വയലിലും പോകേണ്ട, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാലിക്കാറ്റുകളോട് ചേർന്ന് കൊള്ളുക, അവർ കൊയ്ത്തു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോകുക എന്ന് ബോബസ് രൂത്തിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രൂത്ത് ബോബസിന്റെ കളപ്പുരയില് കളത്തില് അത് പറക്കുവാൻ വേണ്ടി, താഴെ വീഴുന്ന കറ്റകൾ പറക്കുവാൻ വേണ്ടി കടന്നു ചെന്ന ഒരു രൂത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഈ ബോബസ് അവൾക്ക് വേണ്ടി എല്ലാം അവിടെ മുൻപേ അവൾ വരുന്ന അറിയാതെ തന്നെ അവൾക്ക് വേണ്ടി സകലതും ഒരുക്കി വെക്കുന്നത്. കാരണം അവിടെ ബാലിക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഓരോ കറ്റകള് അവിടെ താഴെ ഇടണം. ആരെങ്കിലും പറയുന്ന കാര്യമാണോ? നമ്മള് എനിക്ക് നാട്ടിലൊക്കെ ഓർമ്മയുണ്ട്, നമ്മള് ഈ കറ്റ കൊയ്യുന്ന സമയത്തൊക്കെ, എന്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കറ്റ കൊയ്യുമ്പോൾ നമ്മൾ ഒരാളെ കൂലിക്ക് നിർത്തുന്നു. എന്തിനാ? ഈ താഴെ വീഴുന്നതുകൂടെ പറക്കാൻ വേണ്ടി, ആരും കൊണ്ടുപോകാതെ പറക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ കൂടെ കൂലി കൊടുത്ത് നിർത്തും. പക്ഷെ ഇവിടെ നമ്മുടെ ബോബസ് എന്താവും പറയുന്നത്, അവന്റെ ബാല്യക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണികൾ അല്ലെങ്കിൽ ഓരോന്ന് നിങ്ങൾ താഴെ ഇടണം. എന്തിനു വേണ്ടിയാ? ഈ രൂച്ചിന് പറക്കുവാൻ വേണ്ടി താഴെ ഇടണമെന്ന് ബോബസ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്നേരം ദൈവത്തിന്റെ കരുതൽ എന്തുവാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മള് നനയ്ക്കാതിരുന്ന് നമ്മൾ ഓരോ ദിവസവും ഇറങ്ങി ചെല്ലുമ്പോൾ, ഈ രൂത്ത് ഓരോ ദിവസവും ഇറങ്ങി ചെല്ലുമ്പോൾ ഇന്ന് എന്തുമാത്രം ഇന്നത്തെ ആഹാരത്തിനുള്ളത് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലൊക്കെ കടന്നു പോകുന്നത്. പക്ഷെങ്കില് അവള് ദൈവത്തിന്റെ സന്നിധിയിൽ താർന്നപ്പോൾ, ബോബസിന് മുമ്പിൽ കടന്നു ചെന്നപ്പോൾ, നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ കടന്നു ചെല്ലുമ്പോൾ അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറമോട്ടൊന്ന് തുറന്നു നോക്കി. എന്റെ മാവിയൊക്കെ ആണെങ്കിൽ അവര് ആദ്യകാലത്ത്, നമ്മുടെ കൂട്ടത്തിൽ അനേകം പേര് കാണുമായിരിക്കാം, ആദ്യകാലത്ത് ഇവിടെ അമേരിക്ക വന്ന കൂട്ടത്തിലുള്ള പലപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി അന്നുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളോട് വിവരിച്ച് പറയാറുണ്ട്. അന്നൊക്കെയുള്ള സംഭവങ്ങൾ വന്ന സമയത്ത് ഒന്ന് താമസിക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു ജോലി, അന്നങ്ങളുടെ നേഴ്സസിനൊക്കെ $5-6 അന്നത്തെ സാലറി എന്ന് പറഞ്ഞാല് $5-6 സാലറി കിട്ടും. ഒന്ന് സ്നോ വന്നു കഴിഞ്ഞാല് അവര് ഒരു നല്ല ഷൂ ഇല്ല ഇടാന്, സ്നോയിൽ കൂടി നടന്ന ജോലിക്കൊക്കെയും കടന്നു പോകുന്നത്. അന്നേരം അന്ന് അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങൾ, അന്നേരം അവർ പലപ്പോഴും പറയാറുണ്ട്, ഈ തിരിച്ച് നാട്ടിലേക്ക് കടന്നു പോയാൽ ഇതിലെന്ത് സുഖമാണ്, നാട്ടില് ഒന്നുമില്ലെങ്കിൽ തന്നെയും അയ്യത്തുള്ള എന്തെങ്കിലും കഴിച്ച് ജീവിക്കാമല്ലോ. അന്നേരം അതിൽ കൂടുതലൊക്കെ അവര് ആദ്യകാലത്ത് ഇവിടെ വന്നവരൊക്കെ ഒത്തിരിയും കഷ്ടപ്പെട്ടു. പക്ഷേ ഇന്ന് നമുക്ക് ആ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ നമുക്ക് വന്ന് സുരക്ഷിതമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ. അന്നേരം ജീവിതത്തിൽ നമ്മൾ പുറമോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിലും ദൈവം തമ്പുരാൻ നമ്മളെ ഇത്രത്തോളം നടത്തുന്നില്ലേ. നമുക്കറിയാം, അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അറിയാം, അബ്രഹാം സ്വന്തം മകനായി ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ എന്നെ അവിടെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, അബ്രഹാം 3 ദിവസത്തെ വഴിയോടെ ഈ മകനെയും കൊണ്ട് നടക്കുന്നതായിട്ട് അവിടെ പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സ്വന്തം മകനെ ബലി കഴിപ്പാനായിട്ട് ഒരു അപ്പൻ 3 ദിവസം അവനെയും കൊണ്ട് നടന്നു പോവാന്ന് പറഞ്ഞാല് ഈ 3 ദിവസം എന്തുമാത്രം പ്രയാസം ഈ അബ്രഹാം അവന്റെ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അത് ഒരു ദിവസമോ അല്ല 1 മണിക്കൂറോ 2 മണിക്കൂർ കൊണ്ടോ അത് സാധിച്ചിരുന്നെങ്കിൽ അബ്രഹാമിന് അത്രയും പ്രയാസം ഉണ്ടാകില്ല. മകനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അപ്പ ബലി കഴിപ്പാനുള്ള ആട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരിക്കൽ അവന്റെ കൂടെ വരുന്ന ഭൃത്യന്മാർ ഒരുപക്ഷെ അബ്രഹാമിനോട് ചോദിക്കാറുണ്ട്. കാരണം പലപ്പോഴും പോകുമ്പോൾ ബലി കഴിക്കാനുള്ള ആടിനെയും കൊണ്ടായിരിക്കും ഇവർ പോകുന്നത്. അപ്പോഴും ഈ ആടില്ലാത്ത അവസ്ഥയിൽ ഭൃത്യന്മാരും അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട്, അബ്രഹാമെ എവിടെ നമ്മുടെ ആട് എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെയും എന്തുമാത്രം അബ്രഹാമിനെ അവന്റെ ഉള്ളിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അന്നേരം ഇതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് അബ്രഹാമിനെ ദൈവം അവിടെ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ മരുഭൂമിയില് കാടൊരുക്കിയ ഒരു ദൈവം അല്ലെ, അവൻ മന്ന പൊഴിച്ച ഒരു ദൈവം, മാറായ മധുരമാക്കിയ ഒരു ദൈവം. അന്നേരം ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എലിയാമിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, കെരീതോട്ടിലെ വെള്ളം നിലച്ചു, കാക്കയുടെ വരവ് നിലച്ചു. നോക്കിയ കർത്താവിന്റെ ഒരു വലിയ ഒരു പദ്ധതി അവിടെ നോക്കിയേ. കർത്താവ് രാവിലെയും വൈകിട്ടും, നമ്മുടെ ദൈവം തമ്പുരാൻ രാവിലെയും വൈകിട്ടും അവന് അപ്പവും ഇറച്ചിയും
കൊടുത്തുവിട്ടത് ആരുടെ കയ്യില? കാക്കയുടെ കയ്യില്. കാരണം നമുക്കറിയാലോ കാക്കയുടെ അവസ്ഥ. അത് ജീവിതത്തില് ഒരു മനുഷ്യനും ഒന്നും കൊടുക്കുന്ന ഒരു പക്ഷിയല്ല. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്നതും തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന ഒരു പക്ഷിയാ കാക്ക. ആ ഒരു കാക്കയുടെ കയ്യില നമ്മുടെ ദൈവം തമ്പുരാനെ അപ്പവും ഇറച്ചിയും കൊണ്ട് ഏലിയാവിന് കൊടുക്കുവാനായിട്ട് കൊടുത്തുവിടുന്നത് നോക്കുമ്പോൾ എന്ത് അത്ഭുതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ കാക്ക എന്തുമാത്രം പ്രയാസപ്പെട്ട് കാണും ഈ അപ്പവും ഇറച്ചി തന്റെ ചുണ്ടിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ അതൊന്നും ഭക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അന്നേരം ദൈവം ഒരുക്കുന്ന ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെയും അവിശ്വാസം. എന്നാലും ഏലിയാവിനെ വീണ്ടും അവിടെ നിന്നും അവൻ കാക്കയുടെ വരവ് നിലച്ചു. എന്നിട്ടും അവന് സിദോനോട് ചേർന്ന സരാഫത്തിലെ ഒരു വിധവയുടെ അരികിലേക്കാ പറഞ്ഞു വിടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ശോധനകൾ കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ അതൊക്കെ മാറി, ഇനി കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷെ ഏലിയാവിനെ എന്ത് ചെയ്ത് ഒരു വിധവയുടെ അരികിലെ സരാഫത്തിലേക്ക് പറഞ്ഞു വിട്ടു. പക്ഷെ ആ വിധവയുടെ അവസ്ഥ എന്താ? വിധവ ഒരു കപ്പ് അപ്പത്തിനുള്ള മാവ് കയ്യിലുണ്ട്. അത് കഴിച്ചിട്ട് താനും മകനുമായിട്ട് മരിക്കാനിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഏലിയാവിനെ ദൈവം ഈ സരാഫത്തിലേക്ക് കടത്തിവിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന്റെയൊക്കെ മധ്യത്തില് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവിടെ ഈ സരഫത്തിലെ വിധവയെ, ആ കുടുംബത്തെ രക്ഷിക്കുക, ഈ എലിയാവിനെ രക്ഷിക്കുക, എലിയാനെ കരുതുക, ഇതൊക്കെയും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. എന്നാൽ എലിയാവ് അവിടെ ചെന്ന് സരഫത്തിലെ വിധവയുടെ അവിടെ വിധവയുടെ ആ ഭവനത്തെ അവരുടെ വാതിലിനെ തുറക്കുന്ന, അവളെ ശ്രേഷ്ഠമാക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം തരുന്നതിന് ഒരു കണക്കില്ല. അവൻ മതിയാവോളം അവന്റെ കരങ്ങൾ നമ്മളെ കരുതുന്ന കരമാണ്. ആ കരുതുന്ന കരങ്ങളിലാണ് നമ്മൾക്ക് ഇന്ന് ആശ്രയിക്കേണ്ടത്. ആ ദൈവത്തിന്റെ കരുതുന്ന കരങ്ങൾ നമുക്ക് ആശ്രയിക്കാം. രണ്ടാമതായിട്ട് നമ്മുടെ കർത്താവിന്റെ കരം സംരക്ഷിക്കുന്ന കരം, ആ പ്രൊട്ടക്ടിങ് ഹാൻഡ് ആണ് നമ്മുടെ കർത്താവിന്റെ കരം. എങ്ങനെയാണ് കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നത്? സാംസ് 139:5 ഇങ്ങനെ പറയുന്നു, നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. നീ മുൻപും പിൻപും, അന്നേരം ദൈവത്തിന്റെ കരങ്ങള് നമ്മളെ മുൻപിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തു, പിൻപും പ്രൊട്ടക്ട് ചെയ്തു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ കരം നമ്മളെ എവിടേക്കാ പ്രൊട്ടക്ട് ചെയ്തത് നോക്കിയേ. 139:5 പറയുന്നത്, നീ മുൻപും പിൻപും അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. അതായത് മുൻവശം കർത്താവിന്റെ കരങ്ങൾ കൊണ്ട് നമ്മളെ അടച്ചു, പിൻവശം അടച്ചു, നമ്മുടെ മുകൾവശം നമ്മളെ കർത്താവിന്റെ കരങ്ങൾ കൊണ്ട് അടച്ചു. വീണ്ടും ആവർത്തന പുസ്തകം 33:27 പറയുന്നുണ്ട്, പുരാതനമായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. മുൻപടച്ചു, പിൻപടച്ചു, മുകൾവശം അടച്ചു, താഴ്വശം അടച്ചു. അന്നേരം ദൈവത്തിന്റെ കരങ്ങള്. വീണ്ടും 34:7 സാംസ് 34:7 പറയുന്നുണ്ട്, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അന്നേരം ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷനാ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാല് കവർ ചെയ്തിരിക്കുക. നമ്മളെ ഫുള്ളായിട്ട് അവന്റെ കരങ്ങൾ കൊണ്ട് കവർ ചെയ്തിരിക്കുക. അങ്ങനെ ഒരു ശത്രുവായവനും അവന്റെ ഉള്ളിൽ കിടക്കാനുള്ള ഒരു ഗ്യാപ്പ് നമ്മുടെ ശരീരത്തില്ല. കാരണം ദൈവത്തിന്റെ കരങ്ങളാൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ഒരു ശരീരമാണ് ഒരു ദൈവവൈദ്യന്റെ ശരീരം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ ചോദിക്കാറുണ്ട്, പക്ഷെ ഇതിന്റെ മധ്യത്തില് എന്താ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വരുന്നത്, ഭാരങ്ങൾ വരുന്നത് എന്നൊക്കെയും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിന് ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസം പാസ്റ്റർ പ്രസംഗിച്ച പത്രോസിന്റെ അനുഭവത്തെ കുറിച്ച് നമ്മൾ പടകിൽ കടന്നു പോകുന്ന പത്രോസിന്റെ അനുഭവം, അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. കർത്താവരോട് പറഞ്ഞു, നിങ്ങൾ പടകിൽ മറുകരയ്ക്ക് കടന്നു പോകാൻ തക്കം. എന്നാൽ യാത്രയുടെ മധ്യത്തില് അവരനുഭവിച്ച കൊടുങ്കാറ്റിന്റെയും തിരമാലകളുടെയും മധ്യത്തില് അവര് നിലവിളിക്കുന്ന അവസ്ഥയില്, കർത്താവ് അവരുടെ കൂടെ ഇല്ലാത്ത ഒരു അവസ്ഥയില്, അവർ ഒറ്റപ്പെട്ട അവസ്ഥയില് അവര് കർത്താവിനെ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിന്റെ ശോധനയുടെ മധ്യത്തില് പലപ്പോഴും കർത്താവ് നമ്മളെ ഒരു കരയ്ക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിക്കും. പക്ഷെ അതിന്റെ നടുക്ക് ശോധനകൾ വരുത്തില്ല എന്നൊന്നും പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ വരുത്തില്ലെന്നൊന്നും കർത്താവ് പറയുന്നില്ല. കർത്താവ് പറയുന്നുണ്ട്, ശോധനയുടെ ഒരു മധ്യത്തിൽ കൂടിയാണ് നമ്മളെ കടത്തിവിടുന്നത്. ആ ശോധനയുടെ മധ്യത്തിൽ കൂടി കടന്നു പോയെങ്കിൽ തന്നെ നമ്മളെ ഒന്ന് ഉരുക്കി പ്യൂറായിട്ടുള്ള ഒരു ഗോൾഡായിട്ട് എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ കരങ്ങളാൽ നമ്മളെല്ലാം ചുറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ദൈവമക്കള് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു യാതൊരു സംശയമില്ല. അന്നേരം എന്തൊരു വലിയ പ്രൊട്ടക്ഷനാണ് ദൈവം നമ്മൾ തരുന്നത്. സങ്കീർത്തനം വായിക്കാൻ നമുക്കറിയാം, കുരുൾ താഴ്വയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയില്ല. അല്ലെ, ഏത് കുരുളിന്റെ അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, പ്രയാസമില്ല, അവൻ നമ്മോട് കൂടെയുണ്ട്. കുരുളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അല്ലെ, ആ കുരുളിന്റെ മധ്യത്തില് ചെങ്കടൽ നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ എന്നാൽ അതിലൊക്കെയും തരണം ചെയ്യുവാന്, ആ കുരുളിന്റെ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാൻ തക്കോണം ദൈവത്തിന്റെ കരങ്ങള് നമുക്കറിയാം നമ്മുടെ കൂടെയുണ്ട്. എബ്രായപുത്രന്മാരുടെ അവസ്ഥ നമുക്കറിയാം. എബ്രായപുത്രന്മാരെ അവരെ തീച്ചുളയിലിട്ടു. അവരുടെ ശരീരത്തിലുണ്ടായിരുന്നത് അവരുടെ രോമത്തിനോ അവരുടെ ജീവിതത്തില് അവരുടെ ഒന്നും സംഭവിച്ചില്ല. എബ്രായപുത്രന്മാർ അവിടെ
അരച്ചിട്ടയ്ക്കാട്ടെ മേലാടയ്ക്കാട്ടെ അവിടെ രോമത്തിനായിട്ട് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ എന്നാൽ ഒന്ന് മാത്രം അവരുടെ കൈകൾ ബന്ധിച്ചിരുന്ന ആ ചരട് മാത്രം അറ്റുപോകുന്നതായിട്ട് നമുക്കറിയാം. ക്രിസ്ത്യ ജീവിതത്തിൽ ഇതാ ചിലതിനെ അറ്റുപോകാൻ വേണ്ടി, അറ്റുപോകേണ്ട ചിലത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറ്റുപോകാൻ തക്കവണ്ണം ദൈവം നമ്മളോട് ഇടപെട്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ദൈവം തമ്പുരാൻ നോക്കുമ്പോൾ ചിലതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. ചിലതിനെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ദൈവത്തിന്റെ സംരക്ഷണം നമുക്കാകുകയുള്ളൂ. അന്നേരം നമ്മുടെ ആവശ്യം അതാ. എന്റെ കർത്താവെ, ഇന്ന് രാത്രിക്കാലം നമുക്ക് പ്രാർത്ഥിക്കേണ്ട കർത്താവെ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റുവാനുണ്ടെങ്കിൽ ദൈവമേ അതൊന്ന് മാറ്റിത്തരണം. എന്റെ ജീവിതത്തിൽ നിനക്ക് ഹിതകരമല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അതൊന്ന് മാറ്റിത്തരണം എന്നൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം. ബോബസ് ബാലിക്കാരോട് പറയുന്നുണ്ട്, ഇവിടെ തുടരരുത്, നിനക്ക് ദാഹിക്കുമ്പോൾ ഞാൻ വെള്ളം കോരി വെച്ചിട്ടുണ്ട്, നീ അത് പോയി കുടിക്കണം, അതിൽ കോരി വെച്ചിരിക്കുന്ന വെള്ളം നീ പോയി കുടിക്കണം എന്ന് ബോബസ് രൂത്തിനോട് പറയുന്നുണ്ട്. അതിൽ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ദൈവം, നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ്, നമ്മുടെ പ്രയാസങ്ങളെ അറിഞ്ഞ്, നമുക്ക് വേണ്ടതിനെ അറിഞ്ഞ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഏത് കഷ്ടതയിൽ കൂടി കടന്നു പോട്ടെ ദൈവം നമ്മളെ നടത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഈ സമയത്ത് ഒരു കാര്യം, എന്റെ ജീവിതത്തിൽ വന്ന ഒരു സാക്ഷി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ജോലിയിൽ എനിക്ക് ഒന്ന് ഒരാഴ്ച ജോലി ഇല്ലാതിരുന്നു. ആ സമയത്ത് പിന്നെ ഇവിടെ ഒരു ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി കടന്ന ഒരു പേപ്പർ കൊടുക്കാൻ വേണ്ടി അവരുടെ ഫോം ഒക്കെ പൂരിപ്പിച്ചെടുത്തപ്പോൾ അവിടെ നിന്ന് ആള് പറഞ്ഞു, ഞങ്ങൾ കൊടുത്തിട്ട് പോരാൻ വായിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്റെ കൂടെ വാ, ഞങ്ങൾ അവിടെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അവനെന്നെ കൊണ്ടുപോയിട്ട് സെക്യൂരിറ്റിക്കാരന് അവനെന്നെ കൊണ്ടുപോയിട്ട് ഓഫീസിൽ കൊണ്ടുപോയി. അന്നേരം അവരെന്റെ ബയോഡേറ്റ ഒക്കെ നോക്കിയിട്ട് അന്നേരം എനിക്ക് ഈ മെക്കാനിക്കലായിട്ട് ഇലക്ട്രിക്കലായിട്ട് ഒരു ഇതുണ്ടായതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ പറഞ്ഞു, നീ നാളെ തൊട്ട് ജോലിക്ക്. ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്നെ മെയിൻ്റനൻസ് സെക്ഷനിൽ എടുത്തെന്ന് പറഞ്ഞു. ഞാനൊക്കെ അവിടെ ചെന്നു. പിറ്റേ ദിവസം തന്നെ ജോലിക്ക് ചെന്നു. മെയിൻ്റനൻസ് സെക്ഷനിലെ ജോലിയായി. അന്നേരം അവിടെ ഒത്തിരി മലയാളീസ് ഒക്കെ ഉണ്ട് ആ കമ്പനി, ഒത്തിരി ജോലി. അന്നേരം ഞാൻ ചെന്നപ്പോൾ തൊട്ടേ എല്ലാവരും എന്നോട് പറയുന്നത്, നീ എന്തിനാണ് ഈ മെയിൻ്റനൻസ് സെക്ഷൻ കയറിയത്? നീ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ആ ജോലി മാറിയിട്ട് വേറെ ഈ മെക്കാനിക്കൽ മെഷീനിന്റെ അടുത്ത് എവിടെയെങ്കിലും വർക്ക് മേടിയിട്ട് നീ ആ മെയിൻ്റനൻസ് സെക്ഷനിൽ നിൽക്കണ്ട. ഒത്തിരി എല്ലാവരും പറയുന്നത് എന്നോട് ഇതാ, നീ അവിടെ നിൽക്കില്ല, നീ അവിടെ നിൽക്കാൻ പറയാം. ഞാൻ വിചാരിച്ചു അതെന്താ ഇങ്ങനെ പറയാൻ. അന്നേരം അത് ഒത്തിരി പ്രയാസം, എന്റെ ഉള്ളിൽ പ്രയാസം. അന്നേരം ഈ പ്രയാസം തോന്നിയപ്പോഴും എന്റെ മധ്യത്തില് എന്റെ ഒരു പ്രാർത്ഥന, ദൈവമേ നീ അറിയാതെ എനിക്കൊരു ജോലി നീ തന്ന ജോലിയാ, എനിക്ക് എല്ലാവരും മേടിച്ചു തന്ന ജോലിയല്ല, എനിക്ക് ദൈവം തമ്പുരാൻ തന്ന ജോലി. അന്നേരം നിനക്കൊരു ഉദ്ദേശം കാണും എന്നെ ഇവിടെ നിർത്തുന്നതിന്. എനിക്ക് ഇപ്പൊ ഒരു ജോലി കിട്ടിയപ്പം എനിക്ക് അവിടെ ഓഫീസിൽ എന്ന് പറയാൻ പറ്റുമോ, എനിക്ക് ഈ ജോലി പറ്റത്തില്ല, എനിക്ക് പുതിയ ജോലിയൊക്കെ തരാന്ന് പറഞ്ഞാൽ അവർ പറയും നീ പോയി വീട്ടിലിരുന്നോളം പറയും അല്ലെ. അന്നേരം ആ ജോലിയൊക്കെ ഞാൻ കടന്നു പോയി. ഞാൻ ഒത്തിരി സംഭവം ഉണ്ട്, ഞാൻ പെട്ടെന്ന് പോവാം. എന്റെ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, നല്ലൊരു സൂപ്പർവൈസർ ആയിരുന്നു. അദ്ദേഹം കാരണം എന്ന് പറഞ്ഞാൽ എന്റെ സെക്ഷനിൽ ഇരിക്കുന്ന വേറെ രണ്ടുപേരുണ്ട്, ഇവർക്കൊന്നും വർക്കുകൾ അറിഞ്ഞൂടാ. അന്നേരം എനിക്ക് ഇച്ചിരി ഇലക്ട്രിക് വർക്കും കാര്യങ്ങളൊക്കെ എന്റെ സൂപ്പർവൈസർക്കും ഒന്നും അറിഞ്ഞൂടാ. അന്നേരം ഇച്ചിരി അറിയാവുന്ന എനിക്കാ. അന്നേരം അതുകൊണ്ട് ഈ മനുഷ്യനും എന്നെ വളരെ വലിയ കാര്യമായിരുന്നു ഈ സൂപ്പർവൈസർക്ക്. ഇങ്ങനെ കഴിഞ്ഞു പോയി, വർഷങ്ങൾ കഴിഞ്ഞു പോയി. എന്റെ സൂപ്പർവൈസർക്ക് പ്രൊമോഷനായിട്ട് പുള്ളി വേറെ ഒരു ഗോഡൌണിന്റെ സൂപ്പർവൈസറായിട്ട് അയാളങ്ങ് പോയി. അവിടെ നിന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കടന്നു പോയിട്ട് വേറൊരു പുതിയൊരു മനുഷ്യൻ വന്നു. ഈ പുതിയ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഇച്ചിരി ഒരു 75 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ്, പ്രായം ചെന്ന മനുഷ്യനാണ്. ഈ മനുഷ്യൻ വന്ന അന്ന് തൊട്ട് ഞങ്ങൾക്ക് ഹാർഡ് ടൈമാണ്. ഈ പുള്ളി ഇന്ന് പറയുന്ന ഇന്ന വർക്ക് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞ നാളെ അത് ചെയ്യുമ്പോൾ പുള്ളി പറയും അതല്ല, അത് റോങ്ങാ, നീ ഓപ്പോസിറ്റ് വേ ചെയ്യും. എന്ത് പറയാനാ? രാവിലെ ജോലിക്ക് പോകുന്ന കരഞ്ഞോണ്ടാ. സത്യം പറഞ്ഞാൽ എല്ലാവരും പറയാം, രാവിലെ എണീറ്റ് പോകുമ്പോൾ ഒരു തുള്ളി കണ്ണീന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ഇറങ്ങത്തില്ല. കാരണം ഇന്ന് പോയിട്ട് ആ ജോലിയിൽ എന്റെ അവസ്ഥ എന്താന്നുള്ളത്. കാരണം നമുക്കറിയാമല്ലോ, ഒരു ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ എന്റെ സമയത്ത് എനിക്കൊരു ടെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്നെ ഒത്തിരി ഭാരപ്പെടും. അന്നേരം ഓരോ ദിവസവും ജോലിക്ക് ചെല്ലുമ്പോൾ കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഈ മനുഷ്യന്റെ അടുത്ത് ജോലിക്ക് പോകുന്നത്. ഞാൻ പെട്ടെന്ന് പറയട്ടെ, അത് കുറച്ച് ദിവസം ഈ മനുഷ്യമായിട്ട് പോകുന്ന മിക്കവാറും ദിവസം വഴക്കുകളാണ്, പ്രയാസങ്ങളാണ്, കരഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ട് കിട്ടിയാ ജോലിക്ക് കടന്നു പോകുന്നത്. അന്നേരം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ ജോലി ചെയ്ത രണ്ടുപേരും വെക്കേഷൻ പോയി. അന്നേരം ഞാൻ ഒറ്റയ്ക്കായ ഒരു അവസ്ഥയാണ്. അതുവരെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, കുഴപ്പമില്ല, 3 പേരൂടെ കേൾക്കുമായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഇനി ഈ ഒരാഴ്ച ഞാൻ ഇനി 2 ആഴ്ചത്തേക്ക് ഞാൻ തന്നെയാണല്ലോ ഈ മനുഷ്യന്റെ എല്ലാം കേൾക്കണ്ടേ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോയി. എന്നും പോലെ കരഞ്ഞുകൊണ്ടും വിളിച്ചോണ്ടൊക്കെ പ്രാർത്ഥിച്ചോണ്ടാ ജോലിക്ക്. അന്ന് ആകെയാണ് പ്രശ്നമായിരുന്നു. ആ ചെന്നപ്പം തൊട്ടേ പ്രശ്നം. ഈ മനുഷ്യനെ എനിക്ക് അങ്ങ് ഹാർഡ് ടൈം തരിക. ഹാർഡ് ടൈം എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ ഇത് റോങ്ങാ, നീ ഇങ്ങനെ ചെയ്യണം, തിരിച്ച്. ഇവനെന്ത് ലാസ്റ്റ് ചെയ്ത് ഇവന് ദേഷ്യം പിടിച്ചോണ്ട് ഞങ്ങളുടെ പ്ലാന്റ് മാനേജറുടെ അരികെ പോയി, പുള്ളിയുടെ അരികില് എന്നെ കൊണ്ട് പോയി. കാരണം അവിടെ ചെന്നിട്ട് ഈ മനുഷ്യനെ എന്നെ കുറിച്ച് ഇവനെ ജോലിക്ക് നിർത്താൻ പറ്റത്തില്ല, എന്റെ അരികെ നിർത്താൻ പറ്റില്ല, ഇവനെ പറഞ്ഞു വിടണം, ഇവനൊന്നും പറഞ്ഞുകൂടെ, എന്തോ ഒരു മാടായതുപോലെ ഇവൻ അങ്ങോട്ട് സംസാരിക്കാനും തുടങ്ങി. ഇവന് എന്നെ ഉടനെ, ഞാൻ അവിടെ നിന്ന് കരയുക അല്ല, എന്നാലും ഞാൻ വിചാരിക്കും ദൈവമേ നീ തന്നൊരു ജോലിയാ, നിനക്ക് ഗിതരമാണെങ്കിൽ എന്നെ ദൈവം തമ്പുരാൻ നടത്തും എന്നൊരു ചിന്തയായിരുന്നു എന്നെ.
ഇങ്ങനെ ഈ മനുഷ്യൻ ഒത്തിരിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്താ പറയുക, ദൈവത്തിന്റെ കൃപ കൊണ്ട് എന്റെ പഴയ സൂപ്പർവൈസർ യാദൃശ്യമായിട്ട് ഈ ഓഫീസിൽ കടന്നു വന്നു. ഈ മനുഷ്യനാണ് ദൂരെയാണ് ജോലി ചെയ്യുന്നത്, അവൻ അവിടെ വരേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ യാദൃശ്യമായിട്ട് ഈ മനുഷ്യന് അവിടെ എന്റെ ഓഫീസിൽ കയറി വന്നിട്ട് ഈ മനുഷ്യൻ പറയുന്ന എല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക. അതിൽ ഈ മനുഷ്യൻ കേട്ടോണ്ടിരുന്നിട്ട് ഇടയ്ക്ക് ഈ മനുഷ്യന്റെ പഴയ സൂപ്പർവൈസർ കയറി വന്ന് എന്നെ കുറിച്ച് അവന് ഒത്തിരി കാര്യങ്ങൾ എന്നെ കുറിച്ച് അവിടെ പറയണ്ടേ. കാരണം അവൻ എന്റെ ഇവിടെ ഒന്നൊന്നര വർഷം എന്നോട് ജോലി ചെയ്ത എനിക്കറിയാം ഇവൻ എന്ത് വർക്ക് അറിയാമെന്ന്, ഇവൻ എങ്ങനെയുള്ളവനാണെന്നൊക്കെയും ഈ മനുഷ്യനെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അതിൽ എന്റെ പ്ലാന്റ് മാനേജർക്ക് ഈ മനുഷ്യന് ഒത്തിരി നല്ലൊരു മനുഷ്യനായതുകൊണ്ട്, എന്റെ പഴയ സൂപ്പർവൈസർ അയാൾക്ക് നല്ല മനുഷ്യനായതുകൊണ്ട് ഈ മനുഷ്യന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അന്നേരം ഈ മനുഷ്യന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അന്നേരത്തേന് എന്റെ ഇപ്പോഴത്തെ സൂപ്പർവൈസർ ഇറങ്ങി അയാൾ വെളിപ്പോയി, ദേഷ്യപ്പെട്ട കാരണം ഈ മനുഷ്യൻ വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോഴത്തേന് ഈ മനുഷ്യനെ ഇറങ്ങിപ്പോയി. എന്റെ പ്ലാന്റ് മാനേജർ എന്നോട് പറഞ്ഞു, ഷാജി നീ ഇനിയിപ്പോ ആ മനുഷ്യൻ പറയുന്നൊന്നും കേൾക്കണ്ട, നിനക്കറിയാലോ ഇവിടുത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് നീ സ്വന്തമായിട്ട് നിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി. അന്നേരം നോക്കിയത് ഞാൻ പറഞ്ഞു വന്നത്, ആ മനുഷ്യൻ അവിടെ വരേണ്ട കാര്യമില്ല, പക്ഷെങ്കിൽ ദൈവം തമ്പുരാന് നമുക്ക് വേണ്ടി സംസാരിപ്പാനായിട്ട് ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ മനുഷ്യൻ വീണ്ടും ഞാൻ എന്റെ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ തുടങ്ങി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മനുഷ്യൻ സൗഹൃദം ഒക്കെ ആയിട്ട് എന്റെ അടുക്ക് വന്നു. പക്ഷെ പറയട്ടെ, 3 മാസം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ അവിടെ നിന്ന് ഫയർ ചെയ്ത് വിട്ടു. അന്നേരം അവന് അവിടെ ഇല്ലാത്തൊരവസ്ഥ. കാരണം പക്ഷെ വേറെ ഒരു കാര്യം കൂടെ, ഞാൻ ഈ മെയിൻ്റനൻസ് സെക്ഷൻ നിന്നുകൊണ്ട് എനിക്കിപ്പം ജോലി ചെയ്യുന്നിടത്ത് അത് ഒത്തിരി സഹായമായി എന്നുള്ളത്. കാരണം അന്ന് മലയാളികളൊക്കെയും പറഞ്ഞു നീ ഇവിടെ ചെയ്യേണ്ടെന്ന്. പക്ഷെ എനിക്കിപ്പം കിട്ടിയ ജോലിയിൽ ആ മെയിൻ്റനൻസ് വർക്കിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് എനിക്കും അത് ഒത്തിരി സഹായമായി. അന്നേരം ദൈവത്തിന് ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഓരോ പ്ലാനുകളുണ്ട്. മനുഷ്യർ അതൊക്കെ പറയും, നീ അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ മനുഷ്യർ പറയും. ദൈവം അന്നേരം അതൊന്നും അല്ല, ദൈവത്തിന് നമ്മളെ കുറിച്ച് പ്ലാൻ ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് നീങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ നടത്തും എന്നുള്ളതിനെ യാതൊരു സംശയം. 3-ാമതായിട്ട് ദൈവത്തിന്റെ കരം നമ്മളെ ഉയർത്തുന്ന കരമാണ്. അവനെ നമ്മളെ താഴ്ചയിൽ നിന്ന് നമ്മളെ ഉയർത്തുന്ന കരമാണ് ദൈവത്തിന്റെ കരം. ജെയിംസ് ചാപ്റ്റർ 4:10 ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് താഴ്വാനായിട്ടുള്ളത്, കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നാല് അവൻ നമ്മളെ ഉയർത്തും. സെന്റ് അഗൻസ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. സെന്റ് അഗൻസ്റ്റിനോട് ഒരിക്കലും ഒരു മനുഷ്യൻ ചോദിച്ചു, ക്രിസ്തുവിന്റെ മാർഗത്തില് പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് സെന്റ് അഗൻസ്റ്റിനോട് ചോദിച്ചപ്പോൾ സെന്റ് അഗൻസ്റ്റിൻ പറഞ്ഞു, താഴ്മ എന്നുള്ളതാണെന്ന് പറഞ്ഞു. അതോട് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഉയർച്ചയ്ക്കുള്ള ഏക മാർഗം അത് താഴ്മയാണ്. അന്നേരം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ താഴ്ന്നാലും മനുഷ്യന്റെ മുമ്പിൽ താഴ്ന്നാലും അത് ജീവിതത്തിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്റ്റെഹാം ഗ്രെയിൻസിനെ കുറിച്ച് നമുക്കറിയാം. ഗ്രഹാം സ്റ്റെയിൻസും 2 കുഞ്ഞുങ്ങളെയൊക്കെ ഒറീസയിൽ വെച്ച് മരണമടഞ്ഞൊക്കെ നമുക്കറിയാം. ഒരിക്കൽ ഗ്ലാഡിസിനോട്, തന്റെ വൈഫ് ഗ്രഹാം സ്റ്റെയിൻസിന്റെ വൈഫ് ഗ്ലാഡിസിനോട് ഒരു ജേർണലിസ്റ്റ് ചോദിക്കുകയുണ്ടായി, തന്റെ ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു, എന്നിട്ട് നീ ഈ ലോകത്തിലെ ദൈവവേല ചെയ്യുന്നത് എങ്ങനെ നിന്നെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ചോദിച്ചപ്പോൾ അവർ പറയുണ്ടായി, എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവും എന്റെ കുഞ്ഞുങ്ങളൊന്നും മരിച്ചിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ദൈവവേലയാ. അവരെന്നെ കർത്താവിനെ ഏൽപ്പിച്ച ചില വേലകളുണ്ട്. എനിക്ക് ഈ ലോകത്തിൽ ഈ ദേശത്ത് അത് പൂർത്തിയാക്കണം. എന്നിട്ട് ഞാനും എന്റെ കർത്താവിനോടും മക്കളോടും കൂടി ഒരു നാൾ കടന്നു പോകും. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും? ജീവിതത്തില് ദൈവം തന്നിരുന്ന ആ കൃപപ്രകാരം നമുക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ഉയരുവാന്, അവന്റെ കൃപപ്രകാരം നമുക്കും മുന്നേറുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട സമയങ്ങളാണ്. ഹാമാന് മൊർദെഖായിക്ക് വേണ്ടി കഴിവുമരം ഉണ്ടാക്കി. എന്നാൽ മൊർദെഖായി ദൈവസന്നിധിയിലെ താഴ്ന്നപ്പോൾ അത് ഹാമാന് തന്നെ ഭവിക്കുന്നതായിട്ട് നമുക്ക് ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ തന്റെ ശിഷ്യന്മാര് താണപ്പോൾ അവർക്കന്ന് വരെ രാത്രി പോലും അവരെ മീൻപിടുത്തത്തിന് വേണ്ടി കടന്നുപോയി ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ കർത്താവിന്റെ മുമ്പിൽ താഴ്ന്നപ്പോൾ കർത്താവിനോട് പറയുന്നു, നീ വലത്ത് ഭാഗത്ത് വലയിറക്കുവാനാ പറഞ്ഞ് വലിയ മീൻകൂട്ടത്തെ നമുക്ക് എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങള് നമ്മൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത്, മുറുകെ പിടിച്ചുകൊള്ളണം. ദൈവത്തിന്റെ കരങ്ങള്, ദൈവകരം നമ്മുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് യാതൊരു സംശയമില്ല. അത് 10 മടങ്ങ് നമ്മുടെ ജീവിതത്തിൽ അത് ഉയർച്ചയ്ക്ക് ഇടയാക്കിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്കറിയാം, 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ, പഴയ നിയമ ചരിത്രത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ 1 ദിനവൃത്താന്ത പുസ്തകത്തിന്റെ 13-ാമത്തെ അധ്യായത്തിൽ അല്ലെ സെയിം തന്നെ സെക്കൻഡ് സാമുവേൽ 6:11 പറയുന്നുണ്ട്. അവിടെ നമുക്കറിയാം, ഭാഗങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് മാത്രം എന്നെ സ്പർശിക്കുന്നുണ്ട്. അവിടെ അറിയാം, ഫെലിസ്ത്യർ യുദ്ധത്തിന് കടന്നു വന്നിട്ട് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തില് ഫെലിസ്ത്യർ വിജയിച്ച് കർത്താവിന്റെ പെട്ടകം അവരെ പിടിച്ചെടുത്തുകൊണ്ട് അവർ പോകുന്നറിയാം. യുദ്ധത്തില് ഏലിയും അവന്റെ സഹോദരമായ ഫിനഹാസും പെട്ടകം അസ്തോദിലേക്ക് കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സമയം ദാവീദ് രാജാവായതിനു ശേഷം 3000-ഓളം
30,000-ഓളം പേരെ കൂട്ടിവരുത്തി ബാലയഹൂദയിലുള്ള അബീനാദാവിന്റെ ഭവനത്തിലേക്ക് ഈ പെട്ടകം കൊണ്ടുവരുവാനായിട്ട് അവിടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അബീനാദാവിന്റെ ഭവനത്തിൽ നിന്നും ഈ പെട്ടകം ഉസ്സയും ഒക്കെയും ചേർന്നുകൊണ്ട് അവരൊരു കാളവണ്ടിയില് ഈ പെട്ടകം എടുത്ത്, പുതിയൊരു കാളവണ്ടിയില് ഈ പെട്ടകം എടുത്തു വെച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് കടന്നു വരുന്ന അവസ്ഥയില് യഹോവയുടെ കോപം, ദൈവത്തിന്റെ പെട്ടകം കടന്നു പോകുന്ന അവസ്ഥയില് അത് മറിയാൻ ഭാവിച്ചു. ഈ മറിയാൻ ഭാവിച്ചപ്പോൾ അത് ഉസ്സ കയറി യഹോവയുടെ പെട്ടകത്തിൽ പിടിച്ചു. ഉസ്സ അവിടെ മരിക്കുന്നതായിട്ട് ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അതല്ല. പക്ഷെ ഈ യഹോവയുടെ പെട്ടകം ഇവിടെ ഒരു പെട്ടകത്തിന് മുമ്പിൽ ഒരു മരണം നടന്നപ്പോൾ ദാവീദിന് അത് തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഭയപ്പാടുണ്ടായി. ദാവീദ് വിചാരിച്ച് ഈ ഒരു മരണം നടന്നപ്പോൾ ഇനിയും ദൈവത്തിന്റെ പെട്ടകം എങ്ങനെയാ എന്റെ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് ദാവീദിന് തോന്നി. ദാവീദ് അതിന് ഒരു ഉപായം എടുത്ത് എന്ത് ചെയ്തു? അടുത്തുള്ള ഒരു ഭവനത്തിലേക്ക് ഈ പെട്ടകം വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് അടുത്തുള്ള ഒരു ഭവനത്തെ ഗിത്യനായ ഒബേദ് ഏദോമിന്റെ വീട്ടില് ഈ പെട്ടകം കൊണ്ടുവച്ചു. ഒരു പക്ഷേ ഈ മനുഷ്യനും ഇത് അറിഞ്ഞു കാണും, ദൈവത്തിന്റെ പെട്ടകത്തിൽ പിടിച്ചൊരു മരണം നടന്നു. അന്നേരം ഈ മനുഷ്യനും ഒരു പക്ഷേ പ്രയാസപ്പെട്ട് കാണും. കാരണം മരണം നടന്ന ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് തന്റെ ഭവനത്തിൽ വെക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് ഈ ഗിത്യനായ ഒബേദ് ഏദോമിനും പ്രയാസം തോന്നി കാണും. പക്ഷെങ്കില് അവിടെ പറയുന്നത് 3 മാസക്കാലം ഈ ഗിത്യനായ ഒബേദ് ഏദോമിന്റെ ഭവനത്തില് ഈ പെട്ടകം അവിടെ വെച്ചു. 3 മാസക്കാലം അവിടെ വെച്ചു. ആ 3 മാസക്കാലം അവിടെ വെച്ചപ്പോൾ ഗിത്യനായ ഏദോമെ ഇതിന്റെ ഭവനം അനുഗ്രഹിക്കുന്നതായിട്ട് ദാവീദ് രാജാവിന് അറിവ് കിട്ടി. നമ്മുടെ ഇന്നത്തെ പോലെ അന്ന് ഇന്റർനെറ്റോ വാട്സപ്പോ ഒന്നുമില്ല. ഒരു ദേശത്തു നിന്നും മറ്റൊരു സ്ഥലത്ത് അത്രയും വിദൂരതയില് രാജാവിന്റെ അരമനയില് ഒരു അനുഗ്രഹം കിട്ടണം. ബൈബിളിൽ എങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടി എന്നുള്ളതല്ല, പക്ഷെങ്കിലോ ആഗമാനമായിട്ട് ഗിത്യനായ ഒബേദ് ഏദോമിനെ ദൈവം അനുഗ്രഹിച്ചു. എന്താണ് കാരണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, ഈ ദൈവത്തിന്റെ പെട്ടകം അത് ഒരു മരണം നടന്ന ഒരു പെട്ടകം ആണ് എങ്കിൽ തന്നെയും തന്റെ ഭവനത്തിൽ ആ പെട്ടകത്തെ കൊണ്ടുവച്ച് അന്ന് നാട് അവിടെ പാട്ടും സ്തുതിയും സ്തോത്രവും ആ ഭവനത്തിൽ ഉയർന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതുപോലെ ആയിരിക്കണം നമ്മുടെയൊക്കെയും ഭവനങ്ങളില് ദൈവത്തിന്റെ സാന്നിധ്യത്തിലെ സ്തുതിയും സ്തോത്രങ്ങളിലെയും അത് ഇടവിടാതെ ദൈവസന്നിധിയിൽ അർപ്പിപ്പാൻ തക്കവണ്ണം നമ്മുടെയും ഭവനങ്ങളെ നമ്മൾ ഒരുക്കണം. അത് ഏതൊരു അവസ്ഥയിലായിക്കട്ടെ, നമ്മൾ പല ടെൻഷനിലായിക്കട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, അത് എവിടെയൊക്കെ ആയാലും നമ്മുടെ ഭവനത്തിൽ ഈ സ്തുതി സ്തോത്രങ്ങളും ഒന്നും മുടക്കരുത്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കോവിഡ് ഒക്കെ വന്നുകൊണ്ട് നമ്മുടെ ഭവനങ്ങളൊക്കെയും ഒത്തിരി കൂടി ദൈവത്തിന് സ്തുതി സ്തോത്രവും പറയുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്, ഇല്ലേ? എല്ലാ ദിവസവും പ്രെയർ, എല്ലാ ദിവസവും പ്രാർത്ഥനകള്, അതൊക്കെയും നമ്മുടെ ഭവനങ്ങള് ഒന്നുകൂടി ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ തക്കവണ്ണം നമുക്കിടയാവുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമല്ല. അന്നേരം ദൈവം തമ്പുരാനെ ആ ഭവനത്തിന് കൊടുത്ത ആ ഉയർച്ച, ദൈവം വസിച്ച ഒരു ഭവനത്തിന് കൊടുത്ത ഉയർച്ച, അത് ലോകമെമ്പാടും അറിയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ കരം നമ്മളെ ഉയർത്തുന്ന കരമാണ്. 4-ാമത്തെ കരം, ദൈവത്തിന്റെ കരം നമ്മളെ വിടിവിക്കുന്ന കരമാണ്. എക്സോഡസ് 15:6 ഇങ്ങനെ പറയുന്നു, നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞു. നമ്മളെ വിടിവിക്കുന്ന കരമാണ് നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്ത് കളഞ്ഞ വലങ്കൈയാണ്. അതാണ് നമുക്ക് സാംസ് 23 ലാസ്റ്റ് വാക്യം ഇങ്ങനെ പറയുന്നു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിലുള്ള വാസം അവൻ നമ്മളെ വിടുവിക്കുന്ന കരമാ. ദൈവത്തിന്റെ സന്നിധിയിലെ നമ്മളെ വിടുവിക്കുന്ന കരത്തില് അവൻ ശത്രുക്കളെ തകർന്ന് അവന്റെ മക്കളെ അവൻ ആരോട് ചേർത്തുകൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ജീവിതയാത്രയിലെ പ്രയാസങ്ങളുടെ മധ്യത്തിലെ, ഭാരങ്ങളുടെ മധ്യത്തില് ഒരു ദൈവ പൈതലിനെ അവൻ ചേർത്തുകൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നമ്മുടെ ഭാരങ്ങൾ അറിഞ്ഞ്, പ്രയാസങ്ങൾ അറിഞ്ഞ് അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷാഭേദം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. സദാ നേരവും തന്റെ മക്കൾക്ക് വേണ്ടി വാദിക്കുന്ന പിതാവിന്റെ അരികിൽ ചെന്ന് ആ പുത്രൻ തന്റെ മക്കൾക്ക് വേണ്ടി, അവന് വേണ്ടി അല്ല, പിന്നെ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പുത്രനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ആവശ്യങ്ങളുടെ മേലെ, പ്രയാസങ്ങളുടെ മേലെ അവൻ നമ്മളെ വിടുവിക്കുന്ന കരമാ അവന്റെ കരം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന്റെ കരം നമ്മളെ വിടുവിക്കുന്ന കരമാ. ഇസ്രായേൽ മക്കള് ചെങ്കടലിന്റെ മധ്യത്തിൽ കടന്നുപോയി. അവർ ഹെർമോനിൽ മല്ലന്മാരുടെ ഇടയിൽ കൂടി കടന്നുപോയി. എന്നാൽ ഇതൊക്കെയും അവരുടെ ജീവിതത്തിൽ കടന്നുപോയ പ്രയാസങ്ങളുടെ മധ്യത്തിലൊക്കെയും ദൈവം ഒരു വാഗ്ദത്തം അവർ കൊടുത്തിരുന്നു, നിങ്ങളെ ഞാൻ കനാൻ ദേശത്ത് എത്തിക്കും എന്നുള്ളത്. അവരുടെ പ്രവൃത്തി മൂലം അന്ന് ഇറങ്ങി തിരിച്ച് 2 പേരൊഴികെ എല്ലാവരും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിലും ഒരു പുതിയ തലമുറയെ അവിടെ കനാനിൽ എത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ ഈ ജേർണി എന്ന് പറഞ്ഞാല് ഈ മരുഭൂമിയുടെ ഒരു യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് അങ്ങനെ പുതിയൊരു തലമുറയെ അല്ല എത്തിക്കുന്നത്, നമുക്കും അവിടെ കടന്നു ചെല്ലാം.
യാതൊരു സംശയമില്ല. നമ്മുടെ ഒരു പുതിയ തലമുറയല്ല അവിടെ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെയോ നമുക്കും ഈ സ്വർഗീയ കനാലിൽ എത്തുവാനുള്ള അവസരമുണ്ട്. അന്നേരം നമ്മുടെ വഴിയാത്രയില് ഇതുപോലുള്ള പ്രയാസങ്ങളും ചെങ്കടലും യോർദാനും മിഥ്യാനും ഒക്കെ, മിഥ്യാന്മാരുടെ കൂട്ടങ്ങളൊക്കെ നമ്മളോട് പൊരുതും. പക്ഷെങ്കില് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എങ്കിൽ ദൈവം നമ്മളെയും അവന്റെ കരത്തിൽ ചേർത്തോളും. അഞ്ചാമതായിട്ട് ദൈവത്തിന്റെ കരം സൗഖ്യം നൽകുന്ന കരമാണ്. ദൈവത്തിന്റെ കരം ഒത്തിരി അനുഭവങ്ങൾ പുതിയ നിയമത്തിലാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സൗഖ്യം നൽകുന്ന കരങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തതായിട്ടാണ് മാർക്കിന്റെ പുസ്തകം 5:25 പറയുന്നുണ്ട്, 12 വർഷക്കാലം രക്തസ്രാവം ഉള്ള ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ജീവിതത്തിന്റെ എല്ലാ മുഴുവനായ ഭാഗങ്ങളും ഒരു ജീവശവമായി തീർന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നീണ്ട വർഷം അവൾ മരണത്തിന്റെ താഴ്വരയിലായിരുന്നു. 12 വർഷക്കാലം അവിടെ കുറിച്ച് മർക്കോസിന്റെ പുസ്തകത്തിൽ പറയുന്നത്, അവളെ കാണേണ്ട ഡോക്ടേഴ്സിനെ എല്ലാം പോയി കണ്ടു. അവിടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം അവള് വിറ്റ് ഡോക്ടേഴ്സിനും ഹോസ്പിറ്റലും ഒക്കെയും കൊടുത്തു. എന്നാൽ അവളുടെ വിശ്വാസം വലുതായിരുന്നു. അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവൾ തൊട്ടു. എന്നെ തൊട്ടതാണെന്ന് കർത്താവ് ചോദിക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പുരുഷാരം യേശുവിന്റെ മാനുഷികമായ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ, എന്നാൽ അവൾ കർത്താവിന്റെ ദൈവത്വത്തിലാണ് സ്പർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ദൈവത്തിന്റെ ശക്തി പകർന്നു കിട്ടി. അനേകരൊക്കെയും കർത്താവിനെ തൊടുന്നുണ്ട്. എന്നാൽ അവളുടെ മാനുഷികമായ വസ്ത്രങ്ങളിൽ തൊടുമ്പോൾ കർത്താവിന്റെ ആന്തരികമായ ഹൃദയങ്ങളിലേക്ക് അവൾക്ക് സ്പർശിക്കാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തില് എനിക്കിനിയും ഡോക്ടേഴ്സിൽ നിന്നൊരു പ്രതിഫലമില്ല, എന്റെ പണം കൊണ്ട് എനിക്കൊരു പ്രയോജനമില്ല, എനിക്കിനിയും ഏക രക്ഷ എന്റെ ക്രിസ്തു, എന്റെ യേശു ക്രിസ്തു മാത്രമാണെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ ശക്തി അവളുടെ ജീവിതത്തിൽ പകർന്നു കിട്ടിയപ്പോൾ അവിടെ വിശ്വാസം അവർക്ക് രക്ഷയായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത്രയ്ക്കുള്ള ഒരു വിശ്വാസം നമുക്കും ആർജിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ജീവിതയാത്രയിൽ. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. വല്ലവന്റെ മഹത്വത്തിന് ഒത്തവണ്ണം ഉയരുവാൻ നമ്മളോട് പറയുന്നത്. നമുക്ക് ദൈവത്തോടും നമ്മുടെ വല്ലവനായ കർത്താവിനോട് അവന്റെ മഹത്വത്തിന് ഒത്തോളം ഉയരുവാൻ വേണ്ടി നമ്മളെ പ്രബോധിപ്പിക്കുക നമ്മുടെ ഈ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് സാധിക്കുന്നുണ്ടോ? അത്രത്തോളം ആയില്ലെങ്കിലും നമുക്ക് അല്പമെങ്കിലും അവനോട് അടുക്കുവാൻ തക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അതിനുള്ള ശ്രമമായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അന്നേരം കർത്താവിന്റെ കരങ്ങളില് അവൻ നമ്മളെ അനുഗ്രഹിക്കാത്ത വിടത്തില്ല. നമ്മളെ കരങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ അനുഗ്രഹിക്കാതെ നമ്മളെ വിടുകയില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി കാലം കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ബലമായിട്ട് പിടിക്കാം. ആറാമതായിട്ട് അവസാനമായിട്ട് കർത്താവിന്റെ കരങ്ങളെ ആശ്വസിപ്പിക്കുന്ന കരങ്ങളാണ്. അവൻ നമ്മുടെ കരങ്ങളെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന കരങ്ങളാണ് കർത്താവിന്റെ കരങ്ങളെ. യെശയ്യാവിന്റെ പുസ്തകം 25:8 ഇങ്ങനെ പറയുന്നു, യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ദ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവൻ യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ദ സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. നമ്മുടെ കണ്ണീരിനെ തുടയ്ക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് ഒപ്പിയെങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണുനീർ തുളപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. മനുഷ്യരൊക്കെ തുടച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ കണ്ണുനീർ ഇറ്റിട്ട് വരും, ഇല്ലേ? എന്നാൽ കർത്താവ് നമ്മുടെ തമ്പുരാന് നമ്മുടെ കണ്ണുനീർ ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ അത് വറ്റും. ഇനി അത് പിന്നെ ഉണ്ടാകുകയില്ല. അതുപോലെ നമ്മുടെ കർത്താവ് എടുക്കുന്നത്. വെളിപാട് പുസ്തകത്തിന്റെ 21:4 ഇങ്ങനെ പറയുന്നു, അവരവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കണ്ണുനീര് കർത്താവേ, ഈ കണ്ണുനീർ ദൈവസന്നിധിയിൽ ഒഴുക്കുവാനുള്ളതാണ് നമ്മുടെ ഈ കണ്ണീര്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുനീരിനെ ഒഴുക്കാം. എന്നാൽ അവൻ നമ്മുടെ കണ്ണുനീരിനെ മറികടക്കുന്ന ഒരു കർത്താവല്ല. അവൻ ആശ്വസിപ്പിക്കുന്ന കരങ്ങളാ. തന്റെ മക്കളോട് ചേർന്ന് നിന്ന് തന്റെ മക്കളുടെ അവസ്ഥകൾ അറിഞ്ഞ് അവന്റെ ചാരം നിന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച വേദനയുള്ള പ്രയാസം നമുക്കറിയാം. കാൽവറി യാഗത്തിലും കർത്താവ് നമുക്ക് വേണ്ടി അവന്റെ കരങ്ങൾ കൊണ്ട് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ജീവിതയാത്രയിൽ നമുക്ക് കൂടെ ഇരിക്കണം. നമ്മൾ ഇന്ന് ചിന്തിച്ചല്ലോ, നമ്മുടെ കർത്താവിന്റെ കരം നമ്മളെ കരുതുന്ന കരമാ. നമ്മുടെ കർത്താവിന്റെ കരം നമ്മളെ സംരക്ഷിക്കുന്ന കരമാ. നമ്മുടെ കർത്താവിന്റെ കരം നമ്മളെ ഉയർത്തുന്ന കരമാ. നമ്മുടെ കർത്താവിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ അത് വിടിവിക്കുന്ന കരമാ. നമ്മുടെ കർത്താവിന്റെ കരം നമ്മളെ സൗഖ്യമാക്കുന്ന കരമാ. നമ്മുടെ ജീവിതയാത്രയിൽ ആശ്വസിപ്പിക്കുന്ന കരമാണ് നമ്മുടെ കർത്താവിന്റെ കരം. അങ്ങനെ ജീവിതയാത്രയിൽ നമുക്ക് ബലപ്പെടുവാൻ ദൈവത്തിന്റെ കരങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇന്ന് രാത്രി കാലം നമുക്ക് ചിന്തിക്കാം, കർത്താവെ, ഇത്രത്തോളം നിന്റെ കരങ്ങളാൽ ഞങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ കർത്താവെ, ഇതിൽ ശത്രുവായൻ കയറുവാൻ തക്കോണം ഇടകൊടുക്കാതെ നമുക്ക് ഈ കരുതല് നമുക്ക് എന്നും നിലനിർത്തുവാൻ തക്കോണം ഇടയാകണം. നമ്മുടെ ഈ കർത്താവിന്റെ ഈ കരുതൽ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പല ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് പ്രയാസങ്ങളായി മാറുന്നത്.
അവിടെ നമുക്ക് ബലപ്പെടാൻ സാധിക്കില്ല. നമുക്ക് ടെൻഷനായി, ഡിപ്രഷനായി ഇപ്പൊ അനേകര് കർത്താവ് ഇതിൽ കൂടി ഒക്കെയും കടന്നുകൊണ്ട്. എന്നാൽ ദൈവത്തിന്റെ കരങ്ങള് നമ്മളെ ചുറ്റപ്പെടുമ്പോൾ അത് നമുക്ക് ആശ്വാസമായി തീരും, ബലമായി തീരും, അത് നമുക്ക് കൃപയായി തീരും. അത് നമ്മുടെ ഭവനത്തിന്, നമ്മുടെ സഭയ്ക്ക്, എല്ലാവർക്കും അതിടയായി തീരും. നമ്മുടെ പ്രാർത്ഥനകള് അത് നമ്മുടെ ഭവനത്തിന് വേണ്ടി മാത്രമേ ആകരുത്, നമ്മുടെ സഭയായിട്ട് കഷ്ടതകളിലും പ്രയാസങ്ങളിലും നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി ഇടിവ് നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കോണം ഇടയായി കഴിഞ്ഞാൽ നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ ദൈവം തമ്പുരാൻ, നമ്മുടെ സഭയെ നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മളെ കാത്തോളും. അതിനായി ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾക്ക് മുമ്പിൽ നമുക്ക് താർന്നിരിക്കാം. ആ ദൈവം തമ്പുരാൻ നമ്മളെ നടത്തും. അതിന് സർവശക്തനായ ദൈവം തമ്പുരാൻ നമുക്ക് ഇടതരട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഒരുത്തരെ.